എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ. പ്രിയപ്പെട്ടവരെ, വിശപ്പും ദാഹവും ഉള്ള രോഗിയായ, കാരാഗ്രഹവാസിയായ, നഗ്നനായ, പരദേശിയായ ഒരുവനെയെങ്കിലും ഭക്ഷണ പാനീയങ്ങൾ നൽകിയും സന്ദർശിച്ചും വസ്ത്രങ്ങൾ നൽകിയും പരിചരിച്ചും ഈ ക്രിസ്തുമസ് നമുക്ക് അനുഭവിക്കാം. ക്രിസ്തുവിൻ്റെ വാക്കുകളിൽ തന്നെയുള്ള വിശക്കുന്നവനിലും ദാഹിക്കുന്നവനിലും രോഗിയിലും കാരാഗ്രഹവാസിയിലും പരദേശിയിലും അവിടുത്തെ കാണുന്നവന് മാത്രമേ ക്രിസ്തുമസ് അനുഭവത്തിലേക്ക് പ്രവേശിക്കാനാകൂ. ഒറ്റ വാചകത്തിൽ ക്രിസ്തുമസ് എന്നാൽ ദൈവം തന്നെ ശൂന്യനാക്കി എളിമപ്പെടുത്തി മനുഷ്യരൂപം സ്വീകരിച്ചതിൻ്റെ ദിവ്യമായ ഓർമ്മയാണ് ക്രിസ്തുമസ്. ഹൃദയം നിറഞ്ഞൊഴുകുന്നതിൻ്റെ സ്നേഹത്തിൽ ഒന്നുമില്ലാതാകുന്നതിൻ്റെയും ദൈവികമായ ആനന്ദം സമ്മാനിക്കുന്ന ദിവസം. സർവശക്തനായ ദൈവം നഗ്നനായി, മനുഷ്യനായി, ദാസനായി, ഒരു കുഞ്ഞായി ലോകത്തിൻ്റെ അറിവിനെയും അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും നേരെ ഒരു പുൽക്കൂട്ടിൽ കിടന്ന് കൈകാൽ ഇളക്കി പുഞ്ചിരിച്ചതിൻ്റെ ഈ ഓർമ്മയിലാണ് നാം ഇപ്പോൾ. ദൈവ മഹത്വവും മനുഷ്യരക്ഷയും ലക്ഷ്യമാക്കി രക്ഷാകര ചരിത്രത്തിലെ ദൈവത്തിൻ്റെ മനുഷ്യാവതാരം എന്ന ദിവ്യരഹസ്യം ഇതൾ വിരിയുന്നു. സാമ്പത്തിക ശാസ്ത്രത്തിൽ അധിഷ്ഠിതമാണ് ഇന്നത്തെ ഈ ലോകം. ഉൽപാദനത്തിൻ്റെയും ഉപഭോഗത്തിൻ്റെയും ഇക്വേഷനുകളും മാർജിനുകളുമാണ് നിർഭാഗ്യവശാൽ ഇന്ന് മനുഷ്യജീവിതത്തിൻ്റെ വിജയപരാജയങ്ങൾ നിർണയിക്കുന്നത്. കൂടുതൽ ശക്തിക്കും സൗന്ദര്യത്തിനും അധികാരത്തിനും ധനത്തിനും എന്നും ഒന്നാം സ്ഥാനം കൽപ്പിക്കുന്ന ഈ ലോകത്തിൽ ധനത്തിനും സുഖത്തിനും വേണ്ടി അഹങ്കാരത്തോടും അസൂയയോടും ആസക്തിയോടും കൂടെ നാം ഭ്രാന്ത് പിടിച്ച് ഓടുന്നതിനിടയിലാണ് തൻ്റെ ഉള്ളും തനിക്ക് സ്വന്തമായതും എല്ലാം ദൈവത്തിനും അവരനും കൊടുത്ത് കാലിയാകുന്നവനാണ് ഒന്നാമൻ എന്ന ദൈവശാസ്ത്രവുമായി ലോകചിന്തയുടെ നേർ വിപരീത ചിന്തയുമായി ഉണ്ണിയേശു കടന്നു വരുന്നത്. ഇത്രമാത്രം ദൈവികവും സ്വർഗീയവും അനുഗ്രഹദായകവും ജീവിത സാഫല്യത്തിനും ഭൂമിയെ ദൈവരാജ്യമാക്കുന്ന പ്രക്രിയയ്ക്ക് നിദാനവും മാതൃകയുമായി ക്രിസ്തുമസ് എന്ന അസാധാരണവും അത്ഭുതകരവുമായ സംഭവം എങ്ങനെയാണ് ശൂന്യവൽക്കരണത്തിൻ്റെ ഒരു താഴ്മയും ഭാവവും ഇല്ലാത്തപ്പോൾ അലങ്കാരത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും ധൂർത്തിൻ്റെയും ആഘോഷമായി ഇന്ന് മാറിയത്. ഈ ഭൂമിയിൽ എന്തൊക്കെ സ്വന്തമായി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉള്ളതും ഇല്ലാത്തതുമെല്ലാം ദൈവത്തിൻ്റെയും പാവപ്പെട്ടവരുടെയും എന്ന ബോധ്യം ഉള്ളിൽ സൂക്ഷിക്കുകയും ആ ബോധ്യത്തിന് അനുസരിച്ച് ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ജീവിക്കുന്നതുമാണ് ദാരിദ്ര്യ അരൂപിയിലുള്ള ധന്യമായ ജീവിതമെന്നും ഭൂമിയിൽ നിന്ന് ഉള്ളതിലും ഇല്ലാത്തതിനുമല്ല മറിച്ച് ദൈവത്തിൽ തൻ്റെ സമ്പന്നത കണ്ടെത്തുന്നവനും ദൈവത്തിൻ്റെ സമ്പന്നതയിൽ തന്നെയും തനിക്കുള്ളതും കണ്ടെത്തുന്നവനുമാണ് യഥാർത്ഥ ദരിദ്രൻ എന്ന് അതിസമ്പന്നമായ പാഠം നാം തിരിച്ചറിയാതെയും പഠിക്കാതെയും പഠിപ്പിക്കാതെയും
പോയതുകൊണ്ടാണ് വീടിന് മുമ്പിൽ നാം തൂക്കിയിട്ടിരിക്കുന്ന ഒരു സ്റ്റാറിലും പാതിരാവിലെ ഒരു പാട്ട് കുർബാനയിലും കേക്കിലും വൈനിലും അപ്പത്തിനും പൊരിച്ച ചിക്കനിലും മദ്യക്കുപ്പിയിലുമായി ഭൂരിഭാഗം കേരള ക്രൈസ്തവരുടെ ക്രിസ്തുമസ് ആഘോഷം മുങ്ങിമരിക്കുന്നത്. യാഥാർത്ഥ്യങ്ങളുടെയും അനുഭവങ്ങളുടെയും അർത്ഥവും ആഴവും അറിയാതിരിക്കുകയും അറിഞ്ഞവയുടെ അർത്ഥവും വ്യാപ്തിയും നഷ്ടമാകുന്നതുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം. സ്നേഹം, വിശ്വാസം, മതം, സൗഹൃദം, പ്രേമം, ദാമ്പത്യം, മാതൃത്വം, പിതൃത്വം, പൗരോഹിത്യം, അനുഷ്ഠാനങ്ങളുടെ, രാഷ്ട്രീയത്തിൻ്റെ, ഭാഷയുടെ, കലയുടെ, സൗന്ദര്യത്തിൻ്റെ മൂല്യവും തെളിമയും നഷ്ടമാകുമ്പോൾ സമൂഹത്തിൻ്റെയും അതിലെ മനുഷ്യരുടെയും തല ഒരു ചീഞ്ഞ മുട്ടയാകുകയാണ്. ഇപ്രകാരമുള്ള ചീഞ്ഞ മുട്ടകൾക്കിടയിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരും നമ്മൾ സ്വയം ചെയ്യാതെ നോക്കുക എന്നതും അവരൻ്റെയും ലോകത്തിൻ്റെയും ചീയലും ദുർഗന്ധവും ഇല്ലാതാക്കാൻ ദൈവസ്നേഹത്തിലും മനുഷ്യസ്നേഹത്തിലും അധിഷ്ഠിതമായി കാരുണ്യത്തോടും തീഷ്ണതയോടും പരിശ്രമിക്കുകയും എന്നതുമാണ് ഓരോ മനുഷ്യനുമുള്ള ഉത്തരവാദിത്തം, വെല്ലുവിളിയും. വിശ്വസിക്കാനും വിശ്വാസത്തിന് അനുസരിച്ച് ജീവിക്കാനും എളുപ്പമല്ലാത്ത ഈ ലോകത്തിൽ യുദ്ധത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും സ്വാർത്ഥതയുടെയും കലഹത്തിൻ്റെയും അറിവില്ലായ്മയുടെയും ആസക്തിയുടെയും ഇരുൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലോകത്തിൻ്റെ മുഴുവൻ ദുർഗന്ധവും അകറ്റാൻ സ്വയം ശൂന്യനാക്കി തന്നെ എളിമപ്പെടുത്തി കാലിത്തൊഴുത്തിൽ പിറന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ ഓർമ്മിക്കുന്ന ഈ ക്രിസ്തുമസ് അതിനാണ് നമ്മെ പ്രാപ്തനും ശക്തനും ആക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ ചൈതന്യമില്ലാത്തവർക്ക് ഒരിക്കലും ക്രിസ്തുമസ് ആഘോഷിക്കുവാനും അനുഭവിക്കാനും കഴിയില്ല. ക്രിസ്തുവിൻ്റെ വാക്കുകളിൽ തന്നെയുള്ള വിശക്കുന്നവനിലും ദാഹിക്കുന്നവനിലും രോഗിയിലും നഗ്നനിലും കാരാഗ്രഹവാസിയിലും പരദേശിയിലും അവിടുത്തെ കാണുന്നവന് മാത്രമേ ക്രിസ്തുമസ് അനുഭവത്തിലേക്ക് പ്രവേശിക്കാനാകൂ. ക്രിസ്തുമസ് ഒരിക്കലും ഒരു ആഘോഷമല്ല. അത് ആഘോഷമാക്കി മനുഷ്യർ ചീത്തയാക്കിയതാണ്. ക്രിസ്തുമസ് ഒരു ആത്മീയ ദർശനവും തീവ്ര സ്നേഹ അനുഭവവും ജീവിത ശൈലിയുമാണ്. ക്രിസ്തു എന്നും അധ്വാനിക്കുന്നവരുടെയും ഭാരം വഹിക്കുന്നവരുടെയും കൂടെയാണ്. 1931 ക്രിസ്തുമസ് ദിനത്തിൽ തൻ്റെ സുഹൃത്തുക്കളോട് നടത്തിയ പ്രഭാഷണത്തിൽ മഹാത്മാഗാന്ധി ഇപ്രകാരം പറയുകയുണ്ടായി: ക്രിസ്തുവിൻ്റെ അത്ഭുത ജനനം അനശ്വരമാക്കി ഇരിക്കുന്നത് പോലെ സംഘരക്ഷ ആത്മക ജീവിതത്തിൽ കുരിശ് അനശ്വരം തന്നെ. അതുകൊണ്ട് കുരിശ് മരണത്തെക്കുറിച്ച് ചിന്തിക്കാതെ പിറവിയെക്കുറിച്ച് നാം ആലോചിക്കാൻ ധൈര്യപ്പെടുകയില്ല. ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുക എന്നതിനർത്ഥം ജീവ ത്യാഗം ചെയ്യുക എന്നതാണ്. സ്വർണ കാസയിലും പിലാസയിലും പട്ടുചേലയിലും പ്രകാശ ദൂർണിയിലും ക്രിസ്തുവിനെ കാണാനാണ് നമുക്കിഷ്ടം. എന്നാൽ കീറിപ്പറഞ്ഞ ജീവിതമുള്ള പാവപ്പെട്ടവരിലും പീഡിതരിലും നമുക്ക് ക്രിസ്തുവിനെ കാണാൻ കഴിയുന്നുണ്ടോ എന്നാണ്
ഈ ക്രിസ്തുമസ് കാലം നമ്മളോട് ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ജനിക്കാത്ത കൊട്ടാരങ്ങൾ പുൽത്തൊഴുത്തുകൾ ആണെന്നും ക്രിസ്തു ജനിക്കുന്ന പുൽത്തൊഴുത്തുകൾ ദൈവത്തിൻ്റെ കൊട്ടാരങ്ങളാണെന്നും എന്നാണ് ക്രിസ്തുമസ് നമ്മെ പഠിപ്പിക്കുന്നത്. ബെത്ലഹേമിലെ പുൽത്തൊഴുത്തിലേക്ക് ഒന്ന് നോക്കുക. അതിൽ ഒരു മഹാപ്രപഞ്ചമുണ്ട്. നിഗൂഢമായ ജീവന്റെ വിസ്മയകരമായ ആരോഹണ ക്രമമുണ്ട്. ആദ്യം അചേതനങ്ങളായ കല്ലും മണ്ണും, പിന്നെ പുല്ലും ചെടികളും, തുടർന്ന് പ്രകൃതി വാസനകളോടെ ആടുകൾ തുടങ്ങിയ മൃഗങ്ങൾ, ശേഷം പാവപ്പെട്ട ഇടയന്മാർ, അവരിലും ഉയർന്ന ജോസഫ് എന്ന തച്ചൻ, പിന്നെ 3 രാജാക്കന്മാർ, അവർക്ക് മേലെ മാലാഖമാർ, പിന്നെ മാലാഖമാരുടെ രാജ്ഞിയായ മറിയം എന്ന ദൈവമാതാവ്, ഇവരുടെയൊക്കെ നടുവിൽ ദൈവം. അറിയുക, ഉണ്ണിയേശുവിൻ്റെ കാലിത്തൊഴുത്ത് സ്വന്തമാക്കുന്നവന് ഈ മഹാപ്രപഞ്ചം മുഴുവൻ സ്വന്തമാണ്. പ്രിയപ്പെട്ടവരെ, വിശപ്പും ദാഹവും ഉള്ള രോഗിയായ, കാരാഗ്രഹവാസിയായ, നഗ്നനായ, പരദേശിയായ ഒരുവനെയെങ്കിലും ഭക്ഷണപാനീയങ്ങൾ നൽകിയും സന്ദർശിച്ചും വസ്ത്രങ്ങൾ നൽകിയും പരിചരിച്ചും ഈ ക്രിസ്തുമസ് നമുക്ക് അനുഭവിക്കാം. യാത്രക്കിടയിൽ പിറന്നവനാണ് ക്രിസ്തു. ഭ്രാന്ത് പിടിച്ച ഈ ജീവിത യാത്രക്കിടയിൽ ക്രിസ്തു നമ്മിലും ജനിക്കട്ടെ. അവിടുന്ന് നമ്മെ തൊട്ട് സുഖമാക്കട്ടെ. നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണിയേശു ജനിക്കാൻ ഈ ക്രിസ്തുമസ് കാലയളവിൽ നമുക്ക് നമ്മുടെ മനസ്സുകളെ ശൂന്യവൽക്കരണത്തിലൂടെ പുൽത്തൊഴുത്താക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം.